ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഹെഡ് ഓവർ ഹീൽസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ പ്രേതം ബോങ്സു സിയോങ്ങയുടെ ബോഡി ഫുള്ളും കൺട്രോൾ ചെയ്താണ് കണ്ടത്. അങ്ങനെ അതിനുശേഷം ഗിന്നു അവളെ കണ്ടെത്തുമ്പം അവനാണ് ആദ്യം പിടിയിട്ട് കാണത്തില്ല. പക്ഷെ ബോങ്സു തന്നെ പറയും ഇപ്പൊ ഇവളുടെ ബോഡിക്കകത്തിരിക്കുന്ന അവനാണെന്ന്. അങ്ങനെ അവന്റെ കൂടെ വീട്ടിലേക്ക് വന്ന ഉടനെ ജീഹോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് അവനും ചെന്ന് കിസ് ചെയ്യും. അതുകൊണ്ട് അവൻ മൊത്തം സ്റ്റണ്ണായിരിക്കുമ്പം ഇവിടെ ഗിന്നിന് മനസ്സിലായി ഈ ബോങ്സുവാ ചുമ്മാ അവനെ കിസ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവനും ഇതാരാന്ന് പറഞ്ഞ് അവനും നോക്കുമ്പം അവള് ബോങ്സു അല്ല നിന്നെ ഇവളെ കിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറിച്ചില്ലും. അതിനുശേഷം ഇവർ രണ്ടുപേരുടെ ഫ്രണ്ട് വെച്ച് കുറെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി കളിക്കുമ്പോഴാണ് അവന്മാര് ബോങ്സൊക്കെ എന്തോടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ നോക്കി ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അപ്പരാണ് ഇവന്മാരുടെ ക്ലാസ്സിൽ പഠിച്ച റൗഡി പയ്യന്മാരും മിലിറ്ററിയിൽ നിന്ന് ഉദ്ദേശിച്ച് ഇവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അപ്പരാണ് ഗിന്നു അവനെ തടഞ്ഞു നിർത്തി ഇവൻ ഈ സിറ്റുവേഷനെ ബോങ്സുവിനെ കാണുവാണ്, പിന്നെ അവനെ സിയോങ്ങ വിചാരിച്ച് തെറ്റിരിക്കും പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. പക്ഷെ ബോങ്സു അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കി സിയോങ്ങ കാണിച്ചു കൊടുക്കുമ്പം ഇത് കണ്ട് അവൻ അപ്പം തന്നെ നമ്മുടെ സിയോങ്ങ തിരിച്ചെത്തി എന്ന് പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വിളിക്കും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് അവിടുന്ന് പാർട്ടി ചെയ്യുമ്പോൾ എല്ലാരും കൂടെ ഭയങ്കര ഇമോഷണലായി നീ വന്ന കാര്യം എന്താ ഞങ്ങളോട് പറയാത്തെന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ബോങ്സും സിയോങ്ങ ആയിട്ട് തന്നെ ആക്ട് ചെയ്തോണ്ട് ഇവരുടെ കൂടെ ഒക്കെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരോരുത്തർ സംസാരിച്ച് സന്തോഷത്തിരിക്കുമ്പോഴാണ് ഇവിടെ ബോങ്സിന് ഒരു സൈഡ് കുറച്ച് വിഷമം കാണും. സത്യത്തിൽ ഇവരെല്ലാം സിയോങ്ങ എന്ന് വിചാരിച്ച ഇവളോട് ഇത്ര സന്തോഷിച്ച് സംസാരിക്കുന്നത്. പക്ഷെ പാവം ഇവൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ അവളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവനിത് കുറെ വിഷമം കാണും. അതുകൊണ്ട് അവളും കുറച്ച് ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോൾ ഇവളുടെ ഫേസ് കണ്ടിട്ട് എല്ലാരും കൂടെ ഇത് ഇവൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവരിൽ ഇമോഷണൽ ആണെന്ന് പറഞ്ഞ് അവളെ സമ്മാനപ്പെടുത്തും. പക്ഷെ ഗിന്നിന് മനസ്സിലായി ബോങ്സിന് ഇത് കണ്ടിട്ട് ഫീൽ ആയതാന്ന്. അതിനുശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗിന്നു അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ എങ്ങനെ സിയോങ്ങയായിട്ട് സംസാരിക്കുന്ന ചോദിക്കും. അപ്പോഴാണ് ബോങ്സും രാത്രി മറ്റേ പ്രേതം വരുന്ന സമയത്ത് അവൾക്ക് ഈ ബോഡി വരാൻ പറ്റും പറയുമ്പോൾ ഇവനെങ്കിൽ പിന്നെ ആ സമയത്ത് അവളോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് 1:30 വരെ ഇവന് ഉറങ്ങായിരിക്കും. അതിനുശേഷം അവന് കറക്റ്റ് സമയത്തോടെ ഇവളെ വിളിച്ചുണർത്തി ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. പക്ഷെ സത്യത്തിൽ ബോങ്സ് ഇവനെ കളിയാക്കിയതാ. കാരണം അവൾക്ക് ഈ സമയത്തും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇമോഷണലായി കരയുന്നുണ്ട്. ഞാൻ ബോങ്സുവാടെ മണ്ടാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഇവന് നാണക്കേട് സഹിക്കാൻ പറ്റാതെ ഇവൻ സിയോങ്ങയുടെ ബോഡിയിലായി പോയി എന്റെ ദേഷ്യം തീർക്കാൻ പറ്റുന്നില്ലെന്ന് പുറത്തേക്കൊന്ന് ജീഹോനോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അവനൊന്നും പിടികിട്ടത്തില്ല. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും ബോങ്സും ഇന്ന് രാത്രി ചിലപ്പോ അവൾ വരുമായിരിക്കും എന്ന് പറഞ്ഞ് ഇവനെ വീണ്ടും കളിയാക്കുമ്പം അവനാണ് ദേഷ്യത്തിൽ നീ എന്നോട് ഈ കാര്യം പറഞ്ഞ് തമാശ കാണിക്കുവാണ്, അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ബോങ്സുവിനെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ജീഹോയും നിങ്ങൾ എന്തോടെ ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഇവരെ സമ്മാനപ്പെടുത്താൻ വേണ്ടി പുറത്തേക്ക് വിളിച്ചോണ്ടുപോകും. അതിനുശേഷം ജീഹോയും എന്തായാലും അവനൊരു കൊച്ചിറക്കന, അവനോട് ഇങ്ങനെ ചൂടാന്ന് നല്ലതല്ലെന്ന് പറഞ്ഞ് അവന്റെ ഇമോഷനും കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് ഗിന്നും ഞാനിപ്പോ എന്തോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പൊ തന്നെ ബോങ്സിനോട് സോറി അയക്കാന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവന് റൂമിലേക്ക് വന്ന് ഇവനെ സമ്മാനപ്പെടുത്താൻ വേണ്ടി ഒരു പാവക്കുട്ടി കൊടുക്കുമ്പം അവരും പറയും ഇവനെ സത്യത്തിൽ സിയോങ്ങയെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ പിന്നെ ഇവളുടെ സ്ഥാനത്തിരുന്ന് ഇവനെ മരിക്കാൻ പറയും. കാരണം എന്നാ മാത്രമേ ഇവൻ അവളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവളുടെ സ്ഥാനത്തിരുന്ന് ഇവനെ മരിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതെങ്ങനെയാന്ന് പറഞ്ഞ് അവനവന് തയ്യാറാന്ന് പറയും. അതിനുശേഷം ഇവന് വീണ്ടും ആ സ്വപ്നം വരുമ്പം ബോങ്സ് ഇവനോട് പറഞ്ഞാണ് സത്യത്തിൽ അവളെ ലോക്കർ ഒളിഞ്ഞിരിക്കുവാന്ന്. അതുകൊണ്ട് ഈ തവണ അവൻ ബോങ്സുമായിട്ട് അഭിനയിച്ചോണ്ട് ആ ലോക്കർ തുറന്ന് അവളെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവൾ ഇവൻ ബോങ്സോ എന്ന് വിചാരിച്ചിട്ട് ഇവന്റെ കൂടെ ചുമ്മാ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് സത്യത്തിൽ സിയോങ്ങ എന്ന് മനസ്സിലാക്കുന്ന അവനും കുറച്ച് ഇമോഷണൽ ആയിരിക്കുമ്പം അവസാനം അവൾക്ക് പിടിയിട്ടും ഇത് യഥാർത്ഥത്തെ ഗിന്നു ആണെന്ന്. അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ട് പോകാൻ നോക്കുമ്പം ഇവനും പെട്ടെന്ന് ഓടിച്ചെന്ന് അവൾ ഹഗ് ചെയ്യും. അതേസമയം അവളും ഇവനിങ്ങനെ അടുത്തേക്കൊന്ന പിന്നെ ഇവന് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് ഇവന് പോയിക്കോളാൻ വേണ്ടി പറയും. പക്ഷെ അവൻ അതിനും സമ്മതിക്കാതെ ഇവൻ ആദ്യം തൊട്ട് ഇത് ഇവളുടെ സ്വപ്നം എന്ന് അറിയാന്ന് പറയും. കാരണം +2 ജീഹോ എന്നും ഇവരുടെ കൂടെ ക്ലാസ്സിലല്ലായിരുന്നു. അതുകൊണ്ട് ഇവളുടെ സ്വപ്നത്തിൽ അവനുള്ളതെന്ന് അവന് പണ്ട് തൊട്ടേ മനസ്സിലായി. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവൻ ഇവരുടെ ജീവിതം എങ്ങനെ പോയെന്ന് പറയുമ്പം അവളെങ്കിൽ പിന്നെ ഇവന്റെ ജീവിതം എങ്ങനെയായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾ അന്വേഷിച്ച് പോയ കാര്യമൊന്നും പറയാതെ അവനും ചുമ്മാ സന്തോഷിച്ച് ജീവിച്ചെന്ന് പറയും. എന്നിട്ട് അവനും ഇവളെങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും ഗിന്നിനോർത്ത് വിഷമിച്ച കാര്യമൊന്നും പറയാതെ അവള് സന്തോഷമായിരുന്നു പറഞ്ഞ് ചുമ്മാ അവനോട് കള്ളം പറയും. അപ്പോഴാണ് അവനടുത്തേക്ക് വന്നിട്ട് ഇതിനുമ്പ് നിന്നെ ഒറ്റയ്ക്കാക്കിന് സോറി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളെയും കിസ് ചെയ്യും. അതിനുശേഷം ഇവിടെ സിയോങ്ങ കണ്ണുറന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവളിപ്പോൾ അവളുടെ ബോഡി കാണും. കാരണം കിസ് ചെയ്ത വീണ്ടും ബോങ്സു ഇവന്റെ ബോഡിയിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളാണ് നീ എന്തെന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് തിരിച്ച് അവളുടെ ബോഡിയിലേക്ക് വിളിക്കാൻ നോക്കുമ്പം അവന് ഒരു തവണ വിളിച്ചാൽ പിന്നെ അങ്ങോട്ടേക്കൊന്നും വരത്തില്ലെന്ന് പറഞ്ഞ് ഇത് അവസാനം നിറയും. അതുകൊണ്ട് ഇനി ബോങ്സു നിന്റെ ബോഡിക്കകത്തിരുന്ന നീ മരിച്ചോ എന്ന് പറഞ്ഞ് ഇനി ഈ കാര്യമൊക്കെ അവനെ ഏറ്റെടുത്തോളം നിറയും. അപ്പോഴാണ് അവള് വിഷമിച്ച് എങ്കിൽ പിന്നെ ഇവന്റെ എല്ലാം പ്ലാൻ ഉണ്ടോ ചോദിക്കുമ്പം അവൻ എൻ്റെ ഒരു പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ നീ വെറും 3 കാര്യങ്ങൾ ചെയ്താൽ മതി, സന്തോഷത്തിൽ കഴിച്ചും ചിരിച്ചൊക്കെ നീ സമ്മാനം തിരുന്നാൽ എന്ന് പറഞ്ഞ് ആദ്യം അവളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം വരുന്ന ജീഹോയാണ് ഇവരുടെ ഒരുമിച്ച് നടക്കുന്നിട്ട് അവനാദ്യം ബോങ്സോ അല്ല അവളുടെ ബോഡിക്കകത്തോളം പറഞ്ഞ് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ പിന്നീട് അവന് മനസ്സിലാവും സത്യത്തിൽ സിയോങ്ങയാണെന്ന്. കാരണം അവളുടെ ക്യാരക്ടർ കണ്ടാൽ തന്നെ ഇവന് മനസ്സിലാവും. അതിനുശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾ എഴുന്നേക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഇവനെ റെഡിയാക്കി വെക്കും. അപ്പോഴാണ് അവിടേക്ക്
വരുന്ന സിയോങ്ങയും ഇവൾ യഥാർത്ഥത്തിൽ സിയോങ്ങ എന്ന് പറഞ്ഞ് അവനോട് ചിരിച്ച് സംസാരിക്കുമ്പം അവൻ അതൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇപ്പൊ കഴിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ഇവരെല്ലാം സന്തോഷത്തിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഗിന്നു അവളും കൂടെ റൊമാൻറ്റിക് ആയിട്ട് അവർ തമ്മിൽ പരസ്പരം ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവനും കുറച്ച് ഇമോഷണൽ ആയിട്ട് ഇത് അവനെ പോകേണ്ട സമയം എന്ന് പറഞ്ഞ് അവന്റെ ലക്കേജ് ഒക്കെ പാക്ക് ചെയ്യും. അപ്പോഴാണ് ഇത് കാണുന്ന ഗിന്നും ഇവൻ ഈ ലക്കേജ് ഒക്കെ എടുത്തോണ്ട് ഇപ്പൊ എവിടേക്ക് പോകാൻ ചോദിക്കുമ്പോൾ അവനും നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഫസ്റ്റ് ലവ് ഇതോടെ അവസാനിച്ചെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവന് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും കുറച്ച് വിഷമിച്ചിട്ട് അങ്ങനെ എന്റെ ഫസ്റ്റ് ലവ് അവസാനിച്ച് എന്നിട്ട് അവനും കുറച്ച് ഇമോഷണൽ ആയിട്ട് ഇവരുടെ അടുത്ത് നകന്നു പോകും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗിന്നും ഇവൾ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ മരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇവളെ ഉറക്കത്തിലാക്കിയിട്ട് അവനും മറ്റേ എംവയുടെ കൂടെ മന്ത്രം പറഞ്ഞ് ബോങ്സുനെ ഇല്ലാതാക്കാൻ വേണ്ടി പോവുക. അങ്ങനെ ബോങ്സുനെ ഇല്ലാതാക്കണമെങ്കിൽ കൂടെ ചേർന്ന് ഗിന്നു മരിച്ചു പോകും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനിപ്പം അവൾ ഈ കാര്യം അറിയാതെ ആ എംവയായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവർ വീണ്ടും ആ ഫോറസ്റ്റിലേക്ക് വരുമ്പോഴാണ് എംവ അവനോട് മരിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും വഴി കണ്ടെത്താൻ ഇവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ഇമോഷണലായി വേറെന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ സിയോങ് ഒന്നും ചെയ്യാതെ അവൾ ഇത്രയും വർഷം ജീവിച്ചിരിക്കത്തില്ലായിരുന്നു പറഞ്ഞ് അവൻ ഇതിനിപ്പോൾ തയ്യാറാന്ന് പറയും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ഇതുവരെ സോറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് സങ്കടത്തി ഇവനെ വേദനയില്ലാതെ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ അയക്കാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ആ ബോങ്സുവിനെ വിളിക്കുമ്പോഴാണ് അവനും പുറത്തേക്ക് വന്നിട്ട് ഞാൻ മാത്രം മരിക്കുന്ന കുറച്ച് ക്രൂരതയല്ലേന്ന് പറഞ്ഞ് ഇവൻ അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും നീ മാത്രം മരിക്കാൻ പോകുന്ന ആര് പറഞ്ഞെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. കാരണം കൂടെ ചേർന്ന് മരിക്കാൻ പോകുന്ന എംവയും കൂടെ. അതിനുശേഷം ഈ കാര്യം അറിയുന്ന മറ്റേ ഷാമനും എംവ ഇപ്പൊ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് മറ്റേ ആന്റിയോട് തിരക്കുമ്പം അതെനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ ടെൻഷനാകും. അതേസമയം ഇവർ രണ്ടുപേരും മരിച്ചാല് ബോങ്സുവിന് ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവർ അവിടെ നിന്ന് പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന മറ്റേ ഷാമൻ ആന്റിയും കൂടെ നീ എന്തോ കാണിക്കുന്ന എംവ എന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വരും. പക്ഷെ ഇത് കാണുന്ന അവളും പിന്നെ ഇവരെങ്ങനെ തടയെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം ബോങ്സും ഞാനൊരു പവർഫുൾ ആയിട്ടുള്ള പ്രേതം മറന്നതെന്ന് പറഞ്ഞ് അവന്റെ ചോരയും കൊണ്ട് അവിടെ ഒരു മന്ത്രം ചെയ്ത് വയ്ക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ഷാമനും ഇതാ പവർഫുൾ ആയിട്ട് ലെവൽ വെച്ചേക്കുന്ന മന്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊന്നും അകത്തേക്ക് കയറാൻ പറ്റത്തെന്ന് പറയും. അപ്പോഴാണ് അടുത്തിരുന്ന മറ്റേ ആന്റിയും എന്തേലൊക്കെ ചെയ്ത് അവളെ രക്ഷിക്കുന്ന പറഞ്ഞിട്ട് ഇയാളോട് സഹായം ചോദിച്ചോണ്ടിരിക്കും. അതിനുശേഷം ബാക്കി ഷാമൻസിന്റെ കൂടെ ചേർന്ന് എങ്ങനെയൊക്കെ അകത്തേറി അവരെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുറെ മന്ത്രം പറഞ്ഞ് ബോങ്സുവിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഇരിക്കുമ്പം അതേസമയം പുറത്ത് മറ്റേ ഷാമനും ഇവരെ രക്ഷിക്കാൻ വേണ്ടി അവരവിടെ നിന്ന് മന്ത്രം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവിടെ അകത്ത് എംവയും ഗിന്നും കൂടെ ഫുള്ളും ചോരയായിരിക്കും അവരുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് വന്നോണ്ടിരിക്കുന്നത്. കാരണം ഈ മന്ത്രം പറയും തോറും അവരത്രയും വേദന അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന അതേസമയം ഇവിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സിയോങ്ങയും അവിടെ അടുത്തൊരു ലെറ്റർ ഇരിക്കുന്നിട്ട് ഇവൾ എഴുന്നേക്കുന്ന സമയം ഇപ്പൊ എല്ലാ ഭക്ഷണം തീർന്നാണെന്ന് പറഞ്ഞ് എംവ ഇവളുടെ അടുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോയി കാണും. അങ്ങനെ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും ഇവരങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ഗിന്നുവിനെ അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ അപ്പം തന്നെ അവളുടെ വീട്ടിലേക്ക് ഓടി വന്ന് ഇവളുടെ ദൈവത്തിനൊക്കെ വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. കാരണം ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷം ദൈവങ്ങളെല്ലാം ഇവളുടെ വീട്ടിൽ നിന്ന് പോയി. അതിനുശേഷം ഇപ്പൊ ഇവളുടെ അടുത്ത് നിന്ന് ബോങ്സും പോയതുകൊണ്ട് തിരിച്ച് ഷാമന്റെ പവർ ഇവൾക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പ്രാർത്ഥന ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവിടെ ബോങ്സും എംവയുടെ കൂടെ അവിടെ നിന്ന് വേദന സഹിക്കാൻ പറ്റാത്ത ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ഗിന്നുവിനെ കാണിക്കുക. അങ്ങനെ ബോങ്സു ഇപ്പൊ അവന്റെ ബോഡിക്കകത്തുള്ളതുണ്ട് ഗിന്നു വീണ്ടും ആ സ്വപ്നത്തിൽ വന്ന് അതുകൊണ്ട് ഈ തവണ സ്വപ്നത്തിൽ എന്തായാലും മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടേക്കുന്ന രണ്ട് പയ്യന്മാരെ കണ്ട് ഇതിൽ അവന്റെ പേരെന്തോന്ന് പറഞ്ഞ് ബോങ്സുവിന്റെ യഥാർത്ഥ പേര് അറിയാൻ വേണ്ടി ഇവനും ചോദിക്കും. കാരണം അവന്റെ പേര് അറിയുവാണ് പിന്നെ ബോങ്സുവിനെ പറഞ്ഞേക്കുന്ന ഈസിയാ. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് ചോദിക്കുന്ന അതേസമയം ഇവളുടെ പ്രാർത്ഥന കേട്ട് ദൈവങ്ങളും അവരുടെ കൂടെ തന്നെ ഇവളുടെ അമ്മയും അവൾക്ക് കൂട്ടിന് അവിടെ നിൽക്കും. അങ്ങനെ അതുകൊണ്ട് അവസാനം വീണ്ടും അവളൊരു ഷാമനായിട്ട് മാറി. അതിനുശേഷം ഇവിടെ മറ്റേ ഷാമൻ കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കൊണ്ട് ഇതിനെ പൊളിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം അവിടേക്ക് സിയോങ്ങയും അവളുടെ അമ്മയും കൂടെ വരുന്നിട്ട് ഈ ഷാമനും നിങ്ങളവരെ ഇത്ര എന്തോ താമസിച്ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളുടെ അമ്മയെ നോക്കി കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് മറ്റേ ആന്റിയും എനിക്കാകെ സിയോങ്ങയെ മാത്രമേ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവരെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഷാമൻസിന് മാത്രമേ അവരെ കാണാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം സിയോങ്ങയും അവളുടെ അമ്മയുടെ വാളും കൊണ്ട് അവൾ അപ്പം തന്നെ ആ വാതിൽ ഓടിച്ച് അകത്തേക്ക് കയറിയും. അതിനുശേഷം ഒമ്പയും മന്ത്രം പറയുന്നത് തടഞ്ഞു നിർത്തിയിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഇവരുടെ മന്ത്രമൊക്കെ മൊത്തത്തെ അങ്ങ് നിർത്തും. അതിനുശേഷം ഇവൾ ഇത്ര വേദനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ യഥാർത്ഥ പേരറിയോണെ നിനക്ക് ഈ ലോകത്ത് നിന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ബോങ്സുവിനോട് പറയുമ്പം അതേസമയം തന്നെ ഇവിടെ ഗിന്നും അവന്റെ പേര് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനൊരു കാര്യം അറിയുന്നത് സത്യത്തിൽ ബോങ്സുവിന് കൂട്ടുകാരനൊന്നുമില്ല അവൻ ഒറ്റയ്ക്കായിരുന്നു ആ യുദ്ധത്തിൽ മരിച്ചുപോയ. കൂടാതെ ഇവന്റെ കൂട്ടുകാരന് സത്യം കൊടുത്തൊക്കെ അത് ഇവന് തന്നെ കൊടുത്ത സത്യ. അങ്ങനെ മരിക്കുന്നതിന് മുമ്പേ ഇവന്റെ അമ്മയുടെ മോതിരം കൊടുക്കാൻ ഇവൻ ആഗ്രഹിച്ചിരുന്ന. അതുകൊണ്ട് ഇവനെ തന്നെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ട് അവൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പ്രേതമായിട്ട് വന്നെ. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് ഗിന്നും നിന്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാനിപ്പോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്റെ പേരെന്തോന്ന് ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ജങ്യുൻ ബോ എന്ന് പറഞ്ഞ് അവന്റെ പേര് സിയോങ്ങയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൾ എന്തൊരു നല്ല പേരാന്ന് പറഞ്ഞിട്ട് അവസാനം ഇവന്റെ പേരും കൊണ്ട് പ്രാർത്ഥന ചെയ്ത് അവൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കും. അപ്പോഴാണ് അവളൊന്ന് ആലോചിച്ച് വെക്കുന്ന അവസാനമായിട്ട്
ബോങ്സുവിന്റെ ആഗ്രഹം വേറൊന്നുമില്ല, അവൾ ഒരു പ്രാവശ്യമെങ്കിലും ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞ. അങ്ങനെ അതുകൊണ്ട് അവളും കുറച്ച് ഇമോഷണലായിട്ട് ഇവൻ അവസാനമായിട്ട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തെ ബോങ്സും ഇപ്പൊ ഗിന്നുവിന്റെ ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ ഈ ലോകം വിട്ടുപോകും. അങ്ങനെ അവസാനം ഇവരുടെ പ്രശ്നമെല്ലാം സോൾവ് ആയതോടെ ഗിന്നും മറ്റു യൊംവയെ കണ്ട് സംസാരിച്ച് അവർ ക്ഷമിക്കാനൊക്കെ ആഗ്രഹിക്കും. അതുകൊണ്ട് ഇവർ യഥാർത്ഥ പേരെന്തോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഇത് മനസ്സിലാക്കി അടുത്തേക്ക് വന്നിട്ട് ഇവനെ ചുമ്മാ ടച്ച് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ അവനാണ് ജസ്റ്റ് ഒന്ന് പേടിച്ച് മാറിയിരിക്കുമ്പോൾ ഇത് കാണുന്ന അവളും വെറുതെ എന്നെ ഫോഴ്സ് ചെയ്ത് ക്ഷമിക്കാനൊന്നും ആഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന അവനെ സന്തോഷപ്പെടുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ ഗിന്നു ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി അവന്റെ ട്രയൽ മാച്ചും വരുമ്പോഴാണ് ഇത് കാണാൻ വേണ്ടി അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും കൂടെ അവിടേക്ക് വരും. അങ്ങനെ ജീഹോവും ബാക്കി എല്ലാവരും ചേർന്ന് ഇവനെ അവിടെ സപ്പോർട്ട് ചെയ്യുമ്പം സിയോങ്ങയാണ് കുറെ സമയത്ത് അവിടേക്ക് വന്നാണത്തില്ല. അതുകൊണ്ട് അവൾ അവിടെ പോയി പറഞ്ഞ് ഇവരെ കാലിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം അവളിപ്പോ ഇവന്റെ മത്സരം കാണാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. അപ്പോഴാണ് വരുന്ന വഴിക്ക് കാണുന്ന കുറെ ഗോസിനൊക്കെ ഇവളെ സഹായിച്ചിട്ട് വന്നോണ്ടിരിക്കുമ്പം അവിടെ ഒരു കൊച്ചുപൈനും കരഞ്ഞോണ്ട് അവിടെ ഒരു ബെഞ്ച് ഇരിക്കുന്നതാണ്. അതിനുശേഷം ഗിന്നുവിനെ പോലെ തന്നെ ആ പ്രേതത്തിന്റെ അടുത്തിരുന്ന് ഇവള് സമാധാനപ്പെടുത്തുമ്പം അവിടെ തന്നെ കുറെ സമയമാകും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗിന്നും ഇവിടെ എന്തോ ചെയ്യുന്ന പറഞ്ഞ് ചോദിക്കുമ്പം അവൾ അവിടെ ഒരു പ്രേതം കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പോകുന്നവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം ആ പ്രേതം കരഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവള് ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇവന്റെ ഒളിമ്പിക്സ് ട്രയൽ ആരാ വിജയിച്ചതെന്ന് ചോദിക്കും. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന അവസാനത്തെ റൗണ്ടിൽ ഗിന്നു ആയിരിക്കും വിജയിച്ച് അവനാ മത്സരം ജയിക്കുന്നത്. അങ്ങനെ ആ കാര്യം ഇവളോടും പറയുമ്പം അവൾ സന്തോഷത്തെങ്കിൽ പിന്നെ ഒരു ഹൈഫൈ ഇതാന്ന് പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളെ കിസ് ചെയ്തിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ ഈ റൊമാൻറ്റിക് മൂവ്മെന്റോടെ നമ്മുടെ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. ഈ ഡ്രാമ എത്രയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സി യു.